Watch full episodes on Jio Hotstar. ഈ ഇളനീരം ഒന്ന് കുടിച്ചു നോക്കൂ, ഇതിന് നല്ല സ്വാദുണ്ടാവും. നല്ല രസമുണ്ട്. മുത്തച്ഛാ, നിങ്ങളും കുടിക്കൂ. സാറേ ഞങ്ങള് ഫുർഫുറി നഗറിൽ നിന്നാ വരുന്നേ. ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി തരണം. ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കൂടെ നിന്ന് സേവനങ്ങളിൽ ഏർപ്പെടണമെന്നുണ്ട്. ഓ, നീയൊക്കെ ജോലി ചെയ്യാൻ വന്നതാണോ? ജോലി ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യം ഉണ്ടായിരുന്നു. വാ, അതോട്ട് വാ, പെട്ടെന്ന് വാ, ഞാൻ പറഞ്ഞുതരാം. വാ വാ. ഓ, അതിനെന്താ ഇംഗ്ലീഷ് പറയണേ? നീഡിങ് മാസ്റ്റർ ഇവന്മാരോട് പറ മാസ്റ്റർ. ഇതാണ് കിച്ചൺ. പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാം. എപ്പോഴെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, സഹായം വേണമെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അതിനിപ്പോ എന്താ ഇംഗ്ലീഷ് പറയാതെ? ഹെൽപ്പ് ഡെസ്ക്. അപ്പൊ പണി തുടങ്ങിയോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ പോയി ഭക്ഷണം ഉണ്ടാക്ക്. ഞാനും ഗസീട്ടറാമും കൂടി ഗാർഡനിൽ പോയി ചെടികൾക്കും മരങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വരാം. അല്ലേടോ? മരങ്ങൾക്കും ചെടികൾക്കും വെള്ളം ഒഴിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടോ. യെസ്, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കോ. ഞാൻ മുളകരിച്ച് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം. ഞാൻ അതിനൊരു എക്സ്പേർട്ട് ആണ്. ആട്ട എവിടെയാ? മുക്രിച്ചേട്ടാ, ആട്ടയുടെ ഡപ്പ എവിടെയാ? നീ എന്തായി ചെയ്ത്? അയ്യോ, ചൂടുള്ളായിരുന്നു അമ്മേ. ആരാടെ ഇവിടെ ചൂടുള്ള കൊണ്ട് വെച്ചേ? മാസ്റ്റർ ജി, ആദ്യമായിട്ടാ സൂപ്പ് ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നെക്സ്റ്റ് ടൈം ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് സൂപ്പ് ഉണ്ടാക്കി തരാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ തന്നെ വെച്ചിട്ടുള്ളത് എനിക്ക് ആഹാരം പാചകം ചെയ്തു തരാനല്ല. അതിനിവിടെ വേറെ വേലക്കാരുണ്ട്. ഞാൻ നിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? ഞാൻ എന്റെ ടിമിനെ ഇതുവരെ ഇത്രയും സന്തോഷവാനായിട്ട് കണ്ടിട്ടില്ല. ഇത്രയും ചിരിച്ചു കളിച്ച് നടക്കുന്നതും കണ്ടിട്ടില്ല. നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് അവൻ ഒരുപാട് ചിരിക്കാൻ തുടങ്ങിയത്. എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയേ ഉള്ളൂ. അവനെ എപ്പോഴും സന്തോഷവാനായി ഇരുത്തുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ മുക്രി നോക്കിക്കൊള്ളും. താങ്ക് യു മാസ്റ്റർ ഹിം നരേഷ്, താങ്ക് യു. അതുപോലെ ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. എനിക്ക് നിങ്ങളടുത്തുനിന്ന് മാർഷൽ ആർട്സ് പഠിക്കണമെന്നുണ്ട്. നിങ്ങൾ അതെനിക്ക് പഠിപ്പിച്ചു തന്ന വളരെ ഉപകാരമായിരുന്നു. ഞാനിപ്പോൾ ആരെയും പഠിപ്പിക്കാറില്ല. മാർഷൽ ആർട്സ് ട്രെയിനിങ് ഞാൻ എന്നേ നിർത്തി കഴിഞ്ഞു. എന്റെ പത്തില് വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ആലോചിച്ച് പറ. ഈ മാസ്റ്റർ ഹിം നരേഷിനെ എങ്ങനെ നമ്മൾ സമ്മതിപ്പിച്ചെടുക്കും? ഐഡിയ. പത്തലോ, നിന്റെ ഐഡിയ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവോ? 100% നടക്കും. നമ്മൾ മാസ്റ്റർ ഹിം നരേഷിനെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വലയിട്ട് പിടിക്കും. ആ സമയത്ത് മോട്ട് വന്ന് ഇടിച്ച് അദ്ദേഹത്തെ രക്ഷിക്കും. അങ്ങനെ മാസ്റ്റർ ഹിം നരേഷിന് സന്തോഷമായിട്ട് മോട്ടുവിനെ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആക്കി മാറ്റും.
പക്ഷെ ഈ പ്ലാൻ വർക്കൗട്ട് ആയില്ലെങ്കിൽ മാസ്റ്റർ ഹിംനരേഷ് നമ്മൾ എല്ലാവരും ഇടിച്ച് ചമ്മന്തിയാക്കി എല്ലാവർക്കും വിളമ്പും. ഞങ്ങൾ വളരെ അപകടകാരികളായ കുറ്റവാളികളാണ് ചങ്കേ. നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഹോയ്, അയ്യോ എന്റെ അമ്മേ ഹേയ്, നിർത്തൂ. മാസ്റ്റർ ഹിംനരേഷിന് വെറുതെ വിടൂ, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. പൊളിച്ചെടുത്തല്ലോ മാസ്റ്റർ ജി. സോറി, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണ്. എന്റെ പൊന്നു മാസ്റ്ററെ, സോറി, വെരി സോറി. ഇനി ഞങ്ങളെ തല്ലരുത് മാസ്റ്റർ. ഇതൊക്കെ മോട്ട് കാരണമാണ് സംഭവിച്ചത് സാറേ. ഞങ്ങള് ഗുണ്ടകളൊന്നും അല്ല, ഞങ്ങള് പാവങ്ങളാ സാറേ, പാവങ്ങള്. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? സോറി സാർ, സോറി. ഞാൻ വിചാരിച്ചു നിങ്ങളെ ഗുണ്ടകളെടുത്തുനിന്ന് രക്ഷിച്ചു കഴിഞ്ഞാ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എനിക്ക് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു തരുമെന്നായിരുന്നു. ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ തെറ്റായ മാർഗങ്ങളല്ല സ്വീകരിക്കേണ്ടത്. നിനക്ക് മാർഷൽ ആർട്സ് പഠിക്കാൻ പറ്റില്ല. നിന്റെ ശരീരം നോക്ക്. നിനക്ക് ഈ കുടവയറും വെച്ച് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ കഴിയും? ഓ, ഈ വയറോ? ഈ വയറ് ഞാൻ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കി കാണിച്ചു തരാന്നേ. എങ്കിൽ ശരി, നിനക്ക് കുടവയർ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ നിന്നെ ഞാൻ മാർഷൽ ആർട്സ് പഠിപ്പിച്ചു തരാം. മോട്ടു, ഈ വയറിതെങ്ങനെ കുറയ്ക്കാനാ? എന്റെ ആഗ്രഹം മുത്തച്ഛൻ നിങ്ങളെ മാർഷൽ ആർട്സ് പഠിപ്പിക്കണമെന്നാ. അത് പിന്നെ പരിശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്തെ. ടിം ടിം.
ഇന്ന് ഇതിട്ടോ. നിനക്ക് വല്ലാത്ത വാശിയാണല്ലോ. പക്ഷെ ഇതിലൊന്നും ഞാൻ സന്തോഷിക്കില്ല. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും തിരിച്ചു പോവുകയാണ് നല്ലത്. നോക്കൂ ടിം ടിം, എന്റെ വിശ്വാസത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരു മനുഷ്യൻ മനസ്സുകൊണ്ടൊന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അവനത് സാധിച്ചിരിക്കും. അത് പർവ്വതമുകളിൽ പറക്കുന്നതാണെങ്കിലും സമുദ്രത്തിൽ തീ കത്തിക്കുന്നതാണെങ്കിലും. പക്ഷേ നിന്റെ ഈ മുത്തശ്ശനുണ്ടല്ലോ, എന്റെ ഈ മനസ്സ് കാണുന്നില്ലല്ലോടാ ടിം ടിം. ഇത് എന്റെ മാത്രം കുഴപ്പമാണ്. എനിക്ക് ഇദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുഴപ്പമില്ല ടിം ടിം, ഞാൻ മാർഷൽ ആർട്സ് തീർച്ചയായിട്ടും പഠിക്കും. ഇവിടുന്നല്ല, മറ്റെവിടുന്നെങ്കിലും. പക്ഷെ നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ കാണാൻ തീർച്ചയായിട്ടും വരും ടിം ടിം. ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ചോദിക്കുക. മോട്ടോനെ തിരിച്ചു വിളിക്കൂ. മോട്ടു, മാർഷൽ ആർട്സ് പഠിക്കാൻ നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അതിന് വല്ല പ്രത്യേക കാരണവുമുണ്ടോ? ആ കാരണം എനിക്ക് ശരിയെന്ന് തോന്നുന്ന പക്ഷം ഞാൻ നിന്നെ പഠിപ്പിക്കാം. സത്യമാണോ? അത് പിന്നെ സാറേ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള സംഭവമാണ്. ആ ടൈഗർ ചാങ് ഫുർഫുറി നഗറിൽ വന്നപ്പോൾ അപ്പോൾ നീ ടൈഗർ ചാനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാർഷൽ ആർട്സ് പഠിക്കാൻ തീരുമാനിച്ചത് അല്ലേ? അല്ല സാറേ, അല്ല. എനിക്ക് ആരെയും തോൽപ്പിക്കണമെന്നില്ല. എനിക്ക് ഞങ്ങളുടെ ഫുർഫുറി നഗരത്തിന്റെ അഭിമാനം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ ടൈഗർ ചാങ്ങിനെ ജയിക്കണമെന്ന് വിചാരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ നീ പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് പിടികിട്ടി. നിന്റെ ദൃഢനിശ്ചയം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവനെ തോൽപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവനെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു സ്റ്റുഡന്റ് എന്ന നിലയിലല്ല, എന്റെ മകനെ പോലെയാണ് അവനെ കണ്ടത്. ടൈഗർ ചാനെ ഞാൻ ഒരുപാട് സ്നേഹം കൊടുത്താണ് വളർത്തിയത്. അവന് ഞാൻ മാർഷൽ ആർട്സ് എന്ന പവിത്ര ഗ്രന്ഥത്തിലെ ഓരോ പേജും പഠിപ്പിച്ചു കൊടുത്തു. ടൈഗർ, ഈ ഗ്രന്ഥം 1800 വർഷങ്ങൾ തൊട്ടേ നമ്മുടെ കുടുംബത്തിലുള്ളതാണ്. മറ്റാർക്കും അറിയാത്ത മാർഷൽ ആർട്സിലെ എല്ലാ രഹസ്യങ്ങളും ഇതിലടങ്ങിയിട്ടുള്ളൂ. ടൈഗർ ചാന്റെ ചിരിയിലായിരുന്നു എന്റെ ജീവിതം മുഴുവൻ. അവൻ പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുത്തു. ട്രെയിനിങ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് സന്തോഷവാനായിരുന്നു. ടൈഗർ ചാൻ, ഇന്നത്തോടുകൂടി നിന്റെ മാർഷൽ ആർട്സ് ട്രെയിനിങ് അവസാനിച്ചിരിക്കുന്നു. ഇനി നിനക്ക് എന്റെ സ്ഥാനം സ്വീകരിച്ച് ഈ സ്കൂൾ നടത്താനാകും. എനിക്കല്പം വിശ്രമിക്കാനുമാകും. നമസ്കാരം മാസ്റ്റർ ഹിം നരേഷ്.
മാസ്റ്റർ ടിങ് ബാങ്, നിങ്ങൾ ഇവിടെയോ? കേട്ടിരുന്നു നിങ്ങൾ റിട്ടയർ ആവാൻ പോവാണെന്നുള്ള കാര്യം. അത് കാരണം ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങളുടെ മാർഷ്യൽ ആർട്സിന്റെ ആ ദിവ്യ ഗ്രന്ഥം എന്റെ കയ്യിൽ തരൂ. ഞാൻ എത്ര വേണമെങ്കിലും സ്വർണവും വെള്ളിയും തരാം. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാം. മാർഷ്യൽ ആർട്സ് എന്ന പവിത്ര ഗ്രന്ഥം വിൽക്കാനുള്ളതല്ല, നിങ്ങൾക്ക് പോകാം. ബുദ്ധി ഉപയോഗിക്കും മാസ്റ്റർ ഹിം നരേഷ്. ഞാൻ നിങ്ങളെ സ്വർണം, വെള്ളി, രത്നം, മുത്തുകൾ കൊണ്ട് മൂടാം. ഈ സ്കൂളിൽ നിന്നും നിനക്ക് 100 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തത് ഒറ്റ ദിവസം കൊണ്ട് അതിന്റെ 1000 ഇരട്ടിയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. നിന്റെ തീരുമാനം എന്താണ്? ശരിക്കും പറയാണോ? വലിയവർ സംസാരിക്കുന്നിടത്ത് ചെറിയവർ സംസാരിക്കാൻ പാടില്ല. പോകൂ ഇവിടുന്ന്. എന്നോട് ക്ഷമിക്കണം മാസ്റ്റർ. ശരിക്കും ഒന്ന് ആലോചിക്കും മാസ്റ്റർ ഹിം നരേഷ്. ഞാൻ ഒന്ന് നോക്കിയാൽ ആ ഉദയ സൂര്യൻ വരെ തന്റെ പ്രകാശം ഇരുളാക്കി തലകുനിച്ച് എന്റെ മുന്നിൽ നിൽക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനിത് തട്ടിപ്പറിക്കാനും മടിക്കില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.